ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ആങ്ങളയുടെ ഉത്തരവാദിത്വങ്ങളും കടമകളും എനിക്ക് നിറവേറ്റണം. അതിനാ ഞാൻ മിനിസ്റ്റർ പദവി ഏറ്റെടുത്തത്. മിനിസ്റ്റർ ആവാൻ വേണ്ടി എന്റെ അച്ഛനെ വീഴ്ത്തിയത് നിങ്ങളല്ലാന്ന് എന്താ ഉറപ്പ്? നിന്റെ ഈ കിടപ്പ് കണ്ടിട്ടേ എനിക്ക് എന്ത് സന്തോഷാണെന്നോ. ഇത് കാണാനേ ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കാൻ നിനക്കറിയൂ. എടാ, ഞാനിപ്പോ മന്ത്രിയാടാ. നീ ഇരുന്ന കസേരയിലേ ഇപ്പൊ ഇരിക്കുന്നത് ഞാനാ. നിന്നെ ഇങ്ങനെ വീഴാതെ വീഴ്ത്തി കട്ടിൽ കിടത്തിയിട്ട് ഞാൻ ആ കസേര കയ്യേറും. പണ്ട് മഹാദേവവർമ്മയുടെ അനന്തരാവകാശിയായി അയാളിരുന്ന കസേരയില് കയ്യേറിയിരിക്കാൻ ഞാനൊന്ന് മോഹിച്ചതാ. പക്ഷേ നീയായിട്ടത് വെട്ടി. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചതാ അതിന് പ്രതികാരം വീട്ടണമെന്ന്. ഇന്നിപ്പോ നിന്റെ മന്ത്രി പദവി മാത്രമല്ല, നിന്റെ സ്വത്തിന്റെ ഏക അവകാശി അത് ഞാനാ. മതി. ഈ കിടക്കുന്നത് ഒരു പേഷ്യന്റാ. ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നും അനുവാദമില്ല. എന്റെ ആങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ലെന്നോ? ആങ്ങളെയും പെങ്ങളും ഒക്കെ രോഗം മാറിക്കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ വെളിയിൽ പോണം. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വെളിയിൽ പോണോ? അല്ല, ഇതൊക്കെ പറയാൻ നിനക്കെന്താടി അവകാശം? അല്ല, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? നീയല്ല, പവിത്ര, സിസ്റ്റർ പവിത്ര. നിങ്ങളിപ്പോ പുറത്തിറങ്ങി പോണം. എനിക്ക് സൗകര്യമില്ലെങ്കിൽ എന്താ ഇവിടെ? ഈ സ്ത്രീ കയറി വന്ന് പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇവരെവിടുത്തെ മന്ത്രിയാണെന്ന് പോലും. മന്ത്രി രാജാവൊക്കെ അങ്ങ് വീടിന് പുറത്ത്. ഇതിനകത്ത് ഭരണമൊന്നും വേണ്ട. ഭാരിച്ച നീ എന്തിയോടി? നിങ്ങൾ വിവരം അറിയുമ്പിക്കെ പുറത്തിറങ്ങ്. എന്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുക. മാസ്ക് വയ്ക്കാത്ത ഒരാളെ പോലും ഇതിനകത്ത് കയറ്റരുത് സിസ്റ്റർ. ഇത് വളരെ സ്ട്രിക്റ്റ് ആയ എന്റെ ഓർഡറാ. നിന്റെ ഓർഡർ അനുസരിക്കാനേ ഞാൻ നിന്റെ സെർവന്റ് അല്ല. പക്ഷേ നീ എന്റെ സെർവന്റ് ആയിരുന്നു. എന്റെ തറവാട്ടിലെ പശുത്തൊഴുത്തിലെ ചാണകം വാരി അംബിക. ഇപ്പോഴും നീയും നിന്റെ മകനും സെർവന്റ് തന്നെ. എന്റെ കൊച്ചുമോളുടെ സെർവന്റ്. അവളുടെ അവകാശ നീയൊക്കെ 4 നേരവും വെട്ടിയടിക്കുന്നത്. മനസ്സിലായോടി? കടക്കടി മുറുക്കി പുറത്ത്. എന്താ നിങ്ങൾ തമ്മിലൊരു കള്ളലക്ഷണം? അമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങളൊരു സർപ്രൈസ് തരാൻ വേണ്ടി. എന്ത് സർപ്രൈസ്? ഋതുമോളെ, എന്റെ മോളുടെ ചങ്കിടുപ്പ് പോലും തിരിച്ചറിയാൻ പറ്റുന്നൊരമ്മയാ ഞാൻ. ഞാനേ നൊന്തു പ്രസവിച്ച എന്റെ കുഞ്ഞിനെ ഏത് കൂറ്റാക്കൂറ്റിരുട്ടിലും ഞാൻ തിരിച്ചറിയും. ഞാൻ ആദ്യം കയറി വന്നപ്പോഴേ
ഞാൻ കണ്ടു എന്റെ മോൾ ഇവിടെ ഉണ്ടെന്ന്. മോളെ മാഡം, എന്താ? ഫയല് എന്ത് ഫയല്? ഏതോ ഒരു ഫയലാ മൂലയ്ക്ക് കിടന്നു. ജയം പറഞ്ഞു മാഡത്തെ കൊണ്ട് ഒപ്പിടിയിക്കാൻ. എന്നിട്ട് ജയൻ എവിടെ? ആരെയോ ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. മാഡം, മന്ത്രിയായാൽ ഏത് നേരവും ഈ ഫയലൊക്കെ ഒപ്പിട്ടോണ്ടിരിക്കണം. എപ്പോഴും ബിസി ആയിരിക്കണം. ആരെങ്കിലും ഒരു പരാതിയോ നിവേദനോ തന്നാ അവര് പോയി കഴിയുമ്പോ ചുരുട്ടി ദൂരത്തേക്ക് എറിഞ്ഞേക്കണം. താൻ പോയേ. ഇപ്പൊ ഞാൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡാ. ശരി മാഡം. ഇവനൊക്കെ തലവേദന കേസായല്ലോ. എന്താമ്മയ്ക്ക് ഇത്ര ടെൻഷൻ? ഇനി അങ്ങോട്ട് അമ്മയ്ക്കും മകനും ടെൻഷൻ ഒഴിഞ്ഞ് ഒരു നേരം ഉണ്ടാവില്ല. ചെയ്തു വെച്ചത് അത്തരം കാര്യങ്ങളാണല്ലോ. എന്താടി, ഞാൻ മന്ത്രിയായതിൽ അസൂയ മൂത്ത് എന്തും പറയാനായോ? മന്ത്രിയായതില് എനിക്ക് അസൂയൊന്നുമില്ല. മന്ത്രിയാകാൻ വേണ്ടി ചെയ്ത ദ്രോഹങ്ങളെക്കുറിച്ചാ എനിക്കറിയേണ്ടത്. അച്ഛൻ അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിലായ തക്കം നോക്കി നിങ്ങൾ അച്ഛന്റെ മന്ത്രി പദവി തട്ടിയെടുത്തു. അമ്മ തട്ടിയെടുത്തൊന്നുമല്ല, പാർട്ടിക്കാര് റിക്വസ്റ്റ് ചെയ്തിട്ട് ഗത്യന്തരം ഇല്ലാതെ അമ്മ ഏറ്റെടുത്തതാ. നീ പോടാ അവിടുന്ന്. ഞാൻ ഈ സ്ത്രീയോടാ സംസാരിക്കുന്നത്, അല്ലാതെ നിന്നോടല്ല. വർമ്മ സാറ് ഹോസ്പിറ്റലായ ഉടനെ പാർട്ടിക്കാരും ജനങ്ങളും കൂടി ഓടി വന്നു. അംബികാവർമ്മയെ വിദ്യാഭ്യാസ മന്ത്രി പദവി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നശിച്ചു പോവും എന്ന് പറഞ്ഞു. മതിയടാ കളിയാക്കിയത്. നീയേ എന്നോട് എതിർക്കുന്നതിന്റെ കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ, അതിന് മറുപടി പിറകെ വീണ് കിടക്കുന്ന എന്റെ ആങ്ങളയുടെ ഉത്തരവാദിത്വങ്ങളും കടമകളും എനിക്ക് നിറവേറ്റണം. അതിനാ ഞാൻ മിനിസ്റ്റർ പദവി ഏറ്റെടുത്തത്. മിനിസ്റ്റർ ആവാൻ വേണ്ടി എന്റെ അച്ഛനെ വീഴ്ത്തിയത് നിങ്ങളല്ലാന്ന് എന്താ ഉറപ്പ്? എന്റെ ആങ്ങളെ ഞാൻ ശത്രുവായിട്ട് കാണുന്നോ? അത് നീ ഈ ലോകത്ത് ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല.